ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പാർലറിൻ്റെ റിനോവേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഉള്ള ആ സെറ്റിങ്സാണിത് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന 4 സ്റ്റേഷൻസ് തന്നെയാണ്. അവിടുത്തെ നമ്മുടെ സ്റ്റേഷൻസൊക്കെ മാറ്റി, ചെയറെല്ലാം ഒന്ന് മാറ്റി, അങ്ങനെ കുറേ പെയിൻറ്റ് ചെയ്തു. മുകളിലെ റൂഫൊക്കെ മാറി, ലൈറ്റ്സൊക്കെ ഡേ ലൈറ്റാക്കി, അപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റായി. നേരത്തെ ഈ പാർലർ ഒരു ബേജ് കളറായിരുന്നു, ഇപ്പം കംപ്ലീറ്റ് വൈറ്റാക്കി. ഓക്കെ, ഇത് കൗണ്ടറാണ്. ഇതാണ് മെയിൻ സ്ട്രീറ്റാണിത്. പിന്നെ എല്ലാവർക്കും കസ്റ്റമേഴ്സിന് കാണാൻ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് വെയിറ്റിങ്ങിന് ഉള്ള സ്ഥലം. പിന്നെ 3 സ്റ്റേഷൻസ് ഉണ്ട്. എനിക്ക് ചെടി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചെടിയൊക്കെ വച്ചേക്കുന്നതാണ്. റിനോവേഷൻ സമയത്ത് ചെടിയൊക്കെ ഞാൻ എടുത്ത് ബാക്കി വെച്ചു. ഇതൊരു ഷോ കേസാണ്. അതിൽ കുറച്ച് സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലുമുള്ളത് നമ്മുടെ നാട്ടിലെ ചിരട്ടയിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതാണ് പാർലർ. ഇതാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ പേരതല്ല കേട്ടോ. പിന്നെ ഇത് അകത്തേക്കുള്ള ഇതാണ്. ഇവിടെ ഒരു റൂമുണ്ട്. അത് പാർലർ, ഇത് ഫേഷ്യലൊക്കെ ചെയ്യുന്ന റൂമാണ്. ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഡാർക്കായിട്ട് കാണുന്നതാണ്. ഇവിടെ ഒരു ചെറിയ റൂം, ഓഫീസ് റൂം. അവിടെ ഫ്രിഡ്ജും ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യമാണ്. പിന്നെ ഇതാണ് ഫേഷ്യൽ റൂം. ഫേഷ്യൽ ബെഡും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. വാക്സും ഇവിടെ ചെയ്യും കേട്ടോ. ഫേഷ്യൽ അല്ലാത്ത സമയത്ത് വാക്സും ഇവിടെ ചെയ്യും. പിന്നെ എന്താ പറയുക, ബാക്കിലേക്ക് പിന്നെ ഒന്നുമില്ല. ബാക്കിൽ ഇങ്ങനെ ഒരു ഓഫീസ് റൂം പോലെ, അത് ഫുഡ് കഴിക്കാനൊക്കെയുള്ള റൂം. അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ റെസ്റ്റ് റൂം. ഇത് പിന്നെ സോൾട്ടാണ്, ഈ സ്നോയിൽ സോൾട്ട് ഇടാൻ വേണ്ടി വെച്ചേക്കാം. പിന്നെ റിനോവേഷൻ സമയത്ത് കുറേ ചെടിയൊക്കെ എടുത്ത് ബാക്കി വെച്ചു, അത് ഇതുവരെ കൊണ്ടുവച്ചില്ല. പിന്നെ അവിടെ റെസ്റ്റ് റൂമാണ്. ഇത് ബാക്കിലേക്ക് പോകുന്ന ഡോറാണ്. ഇത് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരലമാരയാണ്. ഇത് വെള്ളം കുടിക്കാൻ ഉള്ള താഴെയാണ് ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഇതാണ് പാർലർ. ഇതാണ് എനിക്കുള്ള സ്ഥാപനം. അപ്പോൾ ഇത് ഉണ്ട്. പിന്നെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലും പാർട്ട് ടൈമായിട്ട്. ഇതിൻ്റെ ഇടയിലെല്ലാമാണ് നിങ്ങളുടെ അടുത്തും കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇവിടെ കുറച്ച് തിരക്കൊക്കെ ആകുമ്പോഴാണ് എനിക്ക് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് പാർലർ. ഫ്രണ്ടിലും ഉണ്ട് ചെടി. ഞാൻ പറഞ്ഞല്ലോ, ചെടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ 17 വർഷമായ ചെടിയാണ്. ഈ പാർലർ ഇവിടെ തുടങ്ങിയിട്ട്, ഈ സെയിം സ്ഥലത്ത് തുടങ്ങിയിട്ട് 17 വർഷമായി. അപ്പോൾ 17 വർഷമായിട്ട് തന്നെ ഉള്ളതാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇനി 2 ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയില്ല, അറിയാൻ പറ്റുമായിരിക്കും, മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇവിടുത്തെ ഫേമസ് ആക്ട്രസ്സാണ് കാത്തറിൻ സീത ജോൺ എന്നാണ് പേര്. ഫേമസ് ഡയറക്ടർ ആണ് അവരുടെ ഹസ്ബൻഡ് മൈക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആക്ട്രസ്സാണ്. അറിയാമായിരിക്കുമല്ലോ കാത്തറിൻ സീത ജോൺസ്. എൻ്റെ ഭയങ്കര നല്ല കസ്റ്റമറാണ് അവർ. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാകും. ഈ പിക്ചറിൻ്റെ 2ൻ്റെയും മിഡിലാണ് അവർ നിന്ന് അവരും ഞാനുമായി ഫോട്ടോ എടുത്തത്. എന്നിട്ട് അവരുടെ അമ്മയും ഉണ്ടായിരുന്നു വേറൊരു ദിവസം. അപ്പോൾ അവരുടെ അമ്മയുടെയും ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പിക്ചറിൻ്റെ മിഡിലാണ് അവർ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്നത്. അതും ഞാൻ കാണിക്കാം കേട്ടോ, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെ വളരെ ബെസ്റ്റ് കസ്റ്റമറാണ്. എവിടെ എല്ലാം പോയാലും ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളപ്പോഴും അവരിവിടെ വന്നിട്ട് എൻ്റെ അടുത്തു നിന്നാണ് എല്ലാം ചെയ്തു പോകുന്നത്.
നല്ലൊരു റിലേഷനാണ് ഞാനുമായിട്ട്. നല്ലൊരു കസ്റ്റമറാണ്. ഷീ ഈസ് റിയലി ഡൗൺ ടു എർത്ത്. ഇത്രയും വലിയൊരു ആക്ട്രസ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ എല്ലാവരും വീട്ടിൽ പോയാണ് ചെയ്യുന്നത് അല്ലേ? വീട്ടിൽ ആക്ട്രസിൻ്റെയൊക്കെ വീട്ടിൽ പോയി നമ്മളെല്ലാം ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ അവരുടെ കൂടെ കാണും ആൾ. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവരെൻ്റെ ഈ ടൗണിൻ്റെ നെക്സ്റ്റ് ടൗണിലാണ് താമസിക്കുന്നത്. അവർക്ക് വേറെ എല്ലായിടത്തും വീടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അവരിവിടെ വരുമ്പോഴൊക്കെ ഇവിടെ വരും. അവരൊരു അപ്പോയിൻമെൻറ്റും എടുക്കാറില്ല. അവർക്കറിയാം അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പലരും അവരെ കാണാൻ വരുന്ന തിരക്കായിരിക്കും എന്നത്. കാരണം ജസ്റ്റ് വാക്കിൻ. അവർക്കറിയാം ഞാൻ സ്ലോ ആയിരിക്കുന്ന ദിവസങ്ങൾ ഏതാണെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ വാക്കിനായിരിക്കും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ അവരുടെ അടുത്ത് അവർക്കുമായിട്ടുള്ള ജോലിയിൽ ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ സംസാരം കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. അവർ ഇറങ്ങി പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹായ് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ പറയാറും ഇവരെല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു പോകും കേട്ടോ. നല്ലൊരു ലേഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ വർഷം മുതൽ ഞാനിവിടെ ഇപ്പം 17 ഇയേഴ്സായിട്ട് ഈ പാർലറുണ്ട്. ഈ 17 ഇയേഴ്സായിട്ട് ഞാനിവിടെ ഉണ്ട്. ഈ സെയിം പ്ലേസ് സെയിം സ്ഥലം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇങ്ങനെ വന്നു. അന്ന് മുതൽ എപ്പോഴും അവർ എൻ്റെ ഒരു നല്ല കസ്റ്റമറാണ്. ഓക്കെ.